അപ്പൊ എല്ലാ ദിവസത്തെയും പോലെ നമുക്ക് ഇന്ന് സർവേശ്വരൻ അനുഗ്രഹിച്ച് ഇന്നത്തെ സുപ്രഭാതം കാണുന്നതിന് വേണ്ടിയിട്ടും നമുക്ക് അനുഗ്രഹങ്ങൾ തന്നിരിക്കുകയാണ്. അപ്പൊ ഇതിലേക്ക് പങ്കെടുക്കാനായിട്ട് എത്തിയിട്ടുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ഗുഡ് മോർണിംഗ് ആശംസിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഒരു യാത്രയിലേക്ക് പോകാൻ വേണ്ടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മളെപ്പോഴും നമ്മുടെ കഴിവിനെ കുറിച്ച് നമ്മൾ തിരിച്ചറിയാറില്ല ഓരോരുത്തരും. ആ കഴിവെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളിൽ തന്നെ ഓരോ ആളുകൾക്കും ഓരോരോ അത്ഭുതങ്ങളുണ്ട്. പക്ഷെ അതൊന്നും ആരും തിരിച്ചറിയില്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞ, സോറി, ഞാൻ വിട്ടുപോയി. എൻ്റെ പേര് സിനി എന്നാണ്. അറിയാത്ത ആളുകളുണ്ടാവും. പിന്നെ എൻ്റെ സ്വദേശം വയനാടാണ്. അപ്പം ഇത് ഞാൻ പറയാൻ വിട്ടുപോയി. എല്ലാവരും ക്ഷമിക്കുക, അറിയാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ നമ്മള് ഓരോരുത്തർക്കും നമ്മളതായ കഴിവ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളത് പലപ്പോഴും നമ്മൾ തിരിച്ചറിയാറില്ല. അപ്പൊ നമ്മൾ അതിലൂടെ ഒരു യാത്ര പോവുകയാണ്. അതായത് ഒരു ഗ്രാമത്തില് ഒരു മുത്തശ്ശി താമസിച്ചിരുന്നു. അപ്പം ആ മുത്തശ്ശി എന്നും വൈകുന്നേരങ്ങളിൽ ആ, രണ്ടു കുടവുമായിട്ട് വെള്ളം ആ, കോരിക്കൊണ്ടുവരാനായിട്ട് പോകും. അങ്ങനെ എപ്പോഴും മുത്തശ്ശി ഒരു കർത്തവ്യം നടത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ ഒരു വർഷത്തോളം ഇങ്ങനെ വെള്ളം ചുമന്നുകൊണ്ടിരുന്നതിന് വേണ്ടിയിട്ട് രണ്ട് കുടങ്ങളായിട്ടാണ് മുത്തശ്ശി പോയിക്കൊണ്ടിരുന്നത്. അപ്പം അതില് ഒരു കുടത്തിനൊരു ഓട്ടയുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ആ ഓട്ടയുള്ള കുടത്തിനകത്ത് നിറച്ച് വെള്ളം കോരിക്കൊണ്ട് മുത്തശ്ശി എപ്പോഴും ഇങ്ങനെ രണ്ടു കുടം രണ്ട് വശങ്ങളിലായിട്ട് ചുമന്നുകൊണ്ട് ഇങ്ങനെ എപ്പോഴും വീട്ടിലേക്ക് വെള്ളം ചുമന്നുകൊണ്ട് വരും. അപ്പം കുറേ നാളുകൾക്ക് ശേഷം ഒരു വർഷത്തോളം ഈ പരിപാടി ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തില് ആഹ് ഈ കുടത്തിനകത്ത് ഒരു കുടത്തിനകത്ത് തുളയുണ്ടായിരുന്നു. ആ ഓട്ടയിൽ കൂടെ എപ്പോഴും വെള്ളം പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കും. വെള്ളം പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തില് വീട്ടിലെത്തുന്ന സമയത്ത് അതിനകത്ത് ഒരു പകുതി വെള്ളമേ ഉണ്ടാവുള്ളൂ. ബാക്കി നിറച്ചു കൊണ്ടിരുന്ന വെള്ളം എപ്പോഴും ഇങ്ങനെ പുറത്തോട്ട് തോന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നല്ല തുളയില്ലാത്തൊരു കുടം ഉണ്ടല്ലോ, ആ കുടം പിന്നെ ഈ നല്ല കുടത്തിനെ കളിയാക്കുമായിരുന്നു. കാരണം നിന്നെ കൊണ്ട് ഒന്നിനും പറ്റില്ല, അതിനകത്ത് വെള്ളം കൊണ്ട് നിറച്ചു കൊണ്ടുവന്നാലും അത് പകുതിയൊക്കെ പുറത്തോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അപ്പൊ നിന്നെ കൊണ്ട് എന്തിനു പറ്റും എന്നാണ് മറ്റേ നല്ലൊരു കുടമായിട്ടുള്ള ഇതിനോട് ചോദിക്കുന്നത്. പക്ഷെ സ്വാഭാവികമായിട്ട് ഈ തുളയുള്ള കുടത്തിന് എന്ത് സംഭവിച്ചു, മാനസികമായിട്ടൊരു ബുദ്ധിമുട്ട്, അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ, എന്നെ കൊണ്ട് ഇനി ഒന്നിനും പറ്റില്ല, അങ്ങനെ ഭയങ്കര വിഷമത്തിലായി. ആ കൂടെ ഒരു വല്ലാത്തൊരു മാനസിക പ്രശ്നങ്ങളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഈ കുടം മുത്തശ്ശിയോട് പറഞ്ഞു, എനിക്ക് എന്നെ കൊണ്ട് ഒന്നിനും പറ്റാത്ത എന്നെ എന്തിനാണ് ഇങ്ങനെ ചുമന്ന് നടക്കുന്നത്? കാരണം ഒരു പാത്രം അതിനകത്ത് വെള്ളം നിറച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതും പകുതി മുക്കാലും താഴേക്ക് തൂന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എന്നെ കൊണ്ട് ഇതിനെ കൊണ്ട് കൊള്ളത്തില്ല, അപ്പൊ എന്നെ അങ്ങ് നശിപ്പിച്ച് കളഞ്ഞേക്കുക. അതായത് ഈ ഓട്ടമുള്ള കുടം കൊണ്ടൊരു ഉപകാരമില്ല, അപ്പൊ എന്റെ ആവശ്യമില്ല, അപ്പൊ അതുകൊണ്ട് എനിക്ക് എന്തായാലും ഒരു വിഷമാണ്, അപ്പൊ എന്നെ അങ്ങ് നശിപ്പിച്ച് കളഞ്ഞേക്കുക എന്നാണ് കുടം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ മുത്തശ്ശിക്ക് അത് ഭയങ്കര ഒരു അത്ഭുതം തോന്നി. ആ മുത്തശ്ശി ചിരിച്ചുകൊണ്ട് ഈ കുടത്തിനോട് പറഞ്ഞു, എനിക്ക് ഇത് നേരത്തെ തന്നെ അറിയാമായിരുന്നു. അതായത് എനിക്ക് ഇങ്ങനെ ഓട്ടമുള്ള കാര്യം, ഞാൻ അതിനകത്ത് വെള്ളം കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പുറത്തോട്ട് തൂന്നു പോകുന്നുള്ള കാര്യമൊക്കെ എനിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. അപ്പൊ ഇത് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ നിന്നെ ഇത്രയും കാലമായിട്ട് ഇത് ചുമന്നുകൊണ്ട് നടന്നത്. അപ്പം നിന്നെ ഞാൻ വെച്ചിരുന്ന ആ സൈഡിലോട്ട് ഒന്ന് തിരിഞ്ഞു നോക്കാനായിട്ട് മുത്തശ്ശി ആ കുടത്തിനോട് പറഞ്ഞു. അപ്പൊ ആ കുടം തിരിഞ്ഞു നോക്കി കഴിഞ്ഞപ്പം ആ കുടം മുത്തശ്ശി എപ്പോഴും ഒരു സൈഡിലോട്ട് വെച്ചുകൊണ്ടാണ് വീട്ടിലോട്ട് ചുമന്നുകൊണ്ട് വന്നിരുന്നത്. അപ്പൊ ആ വശങ്ങളും മൊത്തം നല്ല പൂന്തോട്ടമായിട്ട് ഇങ്ങനെ നിറഞ്ഞ് നല്ലൊരു വൃന്ദാവനം പോലെ അങ്ങ് ഇരുന്നു. അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു അത്. അപ്പം കുടത്തിന് മനസ്സിലായി, അപ്പൊ ഞാൻ അത്രയും കഴിവില്ലാത്തവനൊന്നല്ല. അപ്പൊ ഞാൻ കാരണം ഇത്രയും നല്ലൊരു കാഴ്ച എനിക്ക് കാണേണ്ടതായിട്ട് വന്നു. അതായത് മുത്തശ്ശി ആ സൈഡില് കുറെ പൂന്തോട്ടങ്ങളൊക്കെ നട്ടിരുന്നു. അപ്പൊ എന്നും ആ വശത്തോട്ട് ഈ കുടത്തിനകത്തു നിന്നുള്ള വെള്ളം വീട്ടിലോട്ട് കൊണ്ടുപോകുമ്പോ ഈ ചെടിക്കകത്തോട്ടൊക്കെ വീഴുമായിരുന്നു. അങ്ങനെ വീണ് അപ്പം അതിന് എല്ലാവരും അറിയാലോ, നമുക്കറിയാലോ, ഒരു ചെടിക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ അത് നല്ല ഉഷാറായിട്ട് വളർന്നു വരും.
അപ്പം ആ പൂന്തോട്ടം അങ്ങനെ നല്ല മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയായിട്ട് അവിടെ നിന്ന്. അപ്പൊ ഈ കുടത്തിന് അത് മനസ്സിലായി എന്താന്ന് വെച്ചാൽ ആ ഒരു പാത്രത്തിന് വെള്ളം താഴെ വീണതുകൊണ്ട് ഇത്ര മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച നമ്മുടെ ലോകത്തിന് സമ്മാനിക്കാനായിട്ട് ആ കുടത്തിന് സാധിച്ചിട്ടുണ്ട്. അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം മറ്റേ കുടത്തെ അപേക്ഷിച്ച് വെച്ച് നോക്കുമ്പോൾ അത് എപ്പോഴും വെള്ളം അവർക്ക് സേവ് ആയിരുന്നു. പക്ഷെ ഇതിനകത്ത് നിന്നുള്ള വെള്ളം പോയിക്കൊണ്ടിരുന്നപ്പം അപ്പൊ അത് നല്ലൊരു കാഴ്ചയിലേക്ക് വന്നു. അപ്പൊ ഇതുപോലെയാണ് ചില ആളുകൾ. നമുക്ക് കഴിവില്ല, അപ്പൊ എനിക്ക് ഭംഗിയില്ല, അല്ലെങ്കിൽ എനിക്ക് പൈസയില്ല, അല്ലെങ്കിൽ എനിക്ക് ഞാൻ ആശിച്ച വിദ്യാഭ്യാസം എനിക്ക് നേടാൻ പറ്റിയിട്ടില്ല, അങ്ങനെയുള്ള ഓരോരോ, അതല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ച ഒരു പങ്കാളി എനിക്ക് കിട്ടിയിട്ടില്ല, ഇങ്ങനെയുള്ള ഓരോ കഴിവുകളൊക്കെ പറയും. പക്ഷെ ഓരോ വ്യക്തിയുടെ ഉള്ളിലും അവർക്ക് അത്ഭുതകരമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളുണ്ട്. പക്ഷെ അത് തിരിച്ചറിയാണ്ട് പോകുന്നത് കൊണ്ട് മാത്രമാണ് എപ്പോഴും നമുക്ക് വിഷമങ്ങൾ വരുന്നത്. ഞാൻ അങ്ങനെയല്ലല്ലോ, ഞാൻ ഇങ്ങനെയല്ലല്ലോ, ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ എനിക്ക് നേടാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ നമ്മളത് നമ്മളെ നമ്മൾ ഉൾക്കൊള്ളാൻ കഴിയണം. നമ്മളെ കൊണ്ട് നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് ഒരു അത്ഭുതം, അത് നമ്മൾ തിരിച്ചറിയുന്നില്ല. അപ്പൊ മറ്റുള്ള ആളുകൾ നമ്മളെ പറയുന്നു നമ്മൾ അങ്ങനെയാണ്, നമുക്ക് ഇതിനുള്ള കഴിവുകളില്ല. പക്ഷെ നമ്മളത് തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് മനോഹരമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുക. അപ്പൊ നമ്മൾ തന്നെ കാണുന്നുണ്ട്. ഇപ്പൊ നമ്മൾ പല വീഡിയോകളും കണ്ടിട്ടുണ്ടാവും. ചില ആളുകൾ ഒരു തല ഉണ്ടാവും അവർക്ക്, പിന്നെ ശരീരം മൊത്തം ഒരു മാംസം ഉണ്ടാവായിരിക്കും, പിന്നെ ചോട്ടില് അവർക്ക് രണ്ട് കാലുകൾ മാത്രമേ ഉണ്ടാവാ, പിന്നെ രണ്ട് കൈകൾ അവർക്ക് എന്തായാലും ഉണ്ടാവില്ല. അങ്ങനെ ഉള്ള ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അവരുടെ കഴിവുകൾ കണ്ടിട്ടുണ്ടോ? അവര് കാലുകൊണ്ട് ഭക്ഷണം സ്പൂണിനകത്ത് കോരി കഴിക്കുന്നുണ്ട്, കാലുകൊണ്ട് തന്നെ ഭക്ഷണം വാരി കഴിക്കുന്ന ആളുകളുണ്ട്. പിന്നെ അതുപോലെ സ്വിമ്മിംഗ് പൂളിനകത്ത് നീന്തുന്ന ആളുകളുണ്ട്, ഇങ്ങനെയുള്ള ആളുകൾ. അതുപോലെ അവർ ജോലി ചെയ്യുന്നുണ്ട്, കമ്പ്യൂട്ടറിനകത്തൊക്കെ അവര് കാലിന്റെ വിരലുകൾ വെച്ചുകൊണ്ടാണ് ഇങ്ങനെ ഓരോ വർക്കൊക്കെ ചെയ്യുന്നത്. അപ്പൊ നമ്മളൊക്കെ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളാണ് ഏറ്റവും വലിയ അത്ഭുത സംഭവങ്ങൾ. അപ്പൊ നമുക്ക് ഇത്ര എല്ലാം സൃഷ്ടിയിൽ നമുക്കെല്ലാം ദൈവം തന്നിട്ടും നമുക്ക് ഒരു കഴിവില്ലാത്തവനെ നമ്മൾ മാറി നിൽക്കാൻ പറ്റാത്ത ആളുകൾ തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് അത്രയും വലിയ അത്ഭുതങ്ങൾ നടത്താൻ കഴിയുന്നുണ്ടെങ്കിൽ നമുക്കും പറ്റും അത്ഭുതങ്ങളൊക്കെ. അപ്പൊ ഞാൻ എൻ്റെ ഒരു അനുഭവം തന്നെ ഞാൻ പറയാം. ഒരിക്കൽ, അതായത് 2010-15 ആ ഒരു സമയത്ത് ഒരു ഉം, ലോകകപ്പ് ഫുട്ബോളിന്റെ ഒരു മത്സരം നടക്കുന്നതിന്റെ ഒരു സമയമായിരുന്നു. അപ്പൊ ആ സമയത്ത് ഞാൻ ആദ്യമായിട്ടൊരു ജോലിക്ക് പോകുന്നതിന് വേണ്ടിയിട്ട്, അതായത് കുടുംബശ്രീ മിഷനിലായിരുന്നു ഫസ്റ്റ് ടൈമിൽ ഒരു ജോലിക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് 3 ദിവസത്തെ ട്രെയിനിങ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അന്നത്തെ സാഹചര്യത്തില് പോകാനായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് ആ, നമുക്ക് പോകുന്നില്ല എങ്കിൽ അതൊരു കുറച്ച് ദിവസം മുൻകൂട്ടി അവരെ അറിയിക്കണം. കാരണം പകരം അവർക്ക് വേറെ ആളെ എടുക്കണം അതിന് വേണ്ടിയിട്ട്. അപ്പൊ എനിക്കത് പോകാൻ തന്നെ താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ പോകാൻ തയ്യാറായി. തൊട്ടടുത്ത ദിവസം ഇതിനായിട്ട് 3 ദിവസത്തെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകാൻ വേണം. അപ്പൊ അന്നത്തെ രാത്രി തന്നെ ഒരു 12 മണിയൊക്കെ കഴിഞ്ഞുള്ള ഒരു സമയത്ത് വീട്ടിൽ അമ്മയ്ക്ക് പെട്ടെന്ന് വയ്യാണ്ടായി. പെട്ടെന്ന് എമർജൻസി ആയിട്ട് ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ട ഒരു സാഹചര്യമൊക്കെ വന്നു. അപ്പൊ അങ്ങനെ വന്നൊരു സാഹചര്യത്തില് പിന്നെ നമുക്കന്ന് വണ്ടികളൊക്കെ നമ്മൾ ഒരുപാട് വിളിച്ചു നോക്കി ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ എല്ലാവരും ഈ ഫുട്ബോളിന്റെ ഈ ആരവത്തിലായിരിക്കുന്നത് കൊണ്ട് ഒരു ഡ്രൈവർമാരും വിളിച്ചാൽ വരുന്നില്ല. നമുക്ക് ഒരു വണ്ടി കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. അപ്പൊ നേരം വെളുക്കോളം അമ്മയുടെ ഈ വയ്യായി കാരണം നമുക്ക് നേരം വെളുക്കുന്ന വരെ ഇങ്ങനെ ഉറക്കമൊഴിഞ്ഞ് നിൽക്കേണ്ട ഒരു വലിയൊരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. കാരണം എന്ത് സംഭവിക്കാന്നുള്ള രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, വയ്യായിക ഭയങ്കരമായിട്ട് പ്രശ്നത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ എന്നാലും രാവിലെ ഒരു വണ്ടി കിട്ടി നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിച്ചു. പക്ഷെ ആ ഉറക്കക്ഷീണത്തിന്റെ ഒരു പ്രശ്നം കൊണ്ട് അന്നത്തെ ഒരു രാത്രി മുഴുവൻ ഉറക്കമൊഴി നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പൊ ആ ഉറക്കക്ഷീണം വെച്ചോണ്ട് പിറ്റേ ദിവസം നമ്മൾ രാവിലെ ഫ്രഷായി ഈ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പം എന്റെ കൂടെ ഉണ്ടായിരുന്ന രണ്ടുപേരില്, അതായത് വീട്ടിൽ നിന്നൊക്കെ നമ്മൾ വിട്ടു വന്നു, ടൗണിലെത്തി, അടുത്ത വണ്ടിക്ക് നമ്മൾ ഇന്ന സ്ഥലത്ത് എത്തുന്ന വേണ്ടിയിട്ട്. അപ്പൊ എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ പറഞ്ഞു, എന്നെ നോക്കിയിട്ട് പറഞ്ഞു, നമ്മള് ഈ ഉറങ്ങി തൂങ്ങി നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അങ്ങനെ നമ്മൾ മൂടിക്കെട്ടി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളെ ട്രെയിനിങ് കഴിയുന്നതോടുകൂടി അവരെ തൂക്കിയെടുത്ത് വെളിയിൽ കളയും. കാരണം അത് അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം നല്ല ഫ്രഷ്നെസ് ആയിട്ടിരിക്കുന്ന ആളുകൾ മാത്രമേ അവർ എടുക്കുകയുള്ളൂ എന്നൊരു ആ, ഒരു നെഗറ്റീവ് കമന്റ് എനിക്ക് കിട്ടി അവരുടെ അടുത്ത്. അപ്പൊ ആ സമയത്ത് ഞാൻ ഒന്ന് ഡൗൺ ആയി പോയി. അപ്പൊ എനിക്ക് ടൗൺ വരെ നമ്മൾ തിരിച്ച് എത്തി, വീട്ടിലേക്ക് പോകണോ അത് ഇതിന്റെ ആവശ്യങ്ങൾക്കായിട്ട് പോകണോ എന്നുള്ളൊരു ധാരണയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഇവിടം വരെ വന്ന സ്ഥിതിക്ക് ഇനി തിരിച്ചു പോകുന്നത് ഒരു മോശമായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ എന്തായാലും ട്രെയിനിങ് സെന്ററിൽ എത്തി അവിടെ 3 ദിവസത്തെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തു. ആം, തിരിച്ച് വീട്ടിൽ വന്നു. കുറച്ച് ദിവസത്തിന് ശേഷം ഈ ഇതിൽ പങ്കെടുത്ത ആളുകളുടെ, ഇതിന് ജോലി ചെയ്യാൻ പറ്റുന്ന ആളുകളുടെ ഒരു ലിസ്റ്റ് ഇട്ടായിരുന്നു.
ലിസ്റ്റിന്റെ കൂട്ടത്തിൽ എന്തായാലും ഞാനും ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ആ ജോലി 2013-14 തൊട്ട് 2017 വരെ അതിനകത്ത് ഞാൻ നിന്നിരുന്നു. പിന്നെ മറ്റൊരു ജോലി എനിക്ക് കിട്ടിയപ്പോഴാണ് ഞാൻ അതിനകത്ത് നിന്ന് മാറിയത്. പക്ഷെ എന്നെ നമ്മൾ നെഗറ്റീവ് കമന്റ് അടിച്ചിട്ടുള്ള ആളുണ്ടല്ലോ, അത് കുറച്ച് കാലമേ അതിനകത്ത് നിന്നിട്ടുള്ളൂ, വളരെ കുറച്ച് കാലം അവർക്കെല്ലാം നിൽക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ അതിന് ശേഷം അവര് മറ്റുള്ള ജോലികൾക്കൊക്കെ ശ്രമിച്ചു. ഇന്നും അവർക്കൊരു ജോലി ഇല്ലാത്തൊരവസ്ഥയിൽ തന്നെയാണ് അവരുള്ളത്. അതുപോലെ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആളും അങ്ങനെ തന്നെയാണ്. രണ്ടുപേർക്കും ഇന്നിപ്പോ ഒരു ജോലിയൊന്നുമില്ല. അപ്പൊ എനിക്ക് തന്നെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, ഞാൻ ഏതിന്റെ അവസ്ഥയിലിരുന്നാലും എന്റെ ആത്മവിശ്വാസം എന്നെ കൈവിടില്ല, നമുക്ക് എവിടെയും എത്തി നിൽക്കാൻ പറ്റും, നമ്മൾ എന്നും തളർന്നു പോകില്ല എന്നുള്ളത്. അത് എന്നെ ഇന്നും നമ്മൾ ഇന്നും ജോലിയിൽ തന്നെയാണ് ഉള്ളത്, ജോലി ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ നമുക്ക് വീട്ടിലിരിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല. അപ്പൊ നമ്മുടെ ആത്മവിശ്വാസമാണ് ഏറ്റവും വലുത്. അപ്പൊ നമ്മൾ ഒരിക്കലും എന്താ പറയാ, നമ്മൾ കൊള്ളില്ലാത്ത ആൾക്കാരല്ല, നമുക്ക് കഴിവില്ലാത്ത ആൾക്കാരല്ല, നമ്മൾ കഴിവുള്ള ആളുകളാണ്. നമ്മൾ എപ്പോഴും നമ്മുടേതായ ഇതിൽ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പം നമുക്കിനി ഞാൻ കഥകൾ പറഞ്ഞുകൊണ്ടിരുന്നാലേ നമ്മുടെ സാറിനെ വെൽക്കം ചെയ്യാൻ പറ്റത്തില്ല. എന്റെ കഥകൾ ഒരുപാട് അങ്ങ് പറഞ്ഞു പോകും. അപ്പൊ നമ്മുടെ ഇന്നത്തെ 9ാമത്തെ ദിവസത്തെ മോർണിംഗ് ട്രാവൽ മെറാക്കിൾ ഇതിലേക്ക് മാറിപ്പോയെന്നറിയില്ല, സാറിനെ നമുക്ക് വെൽക്കം ചെയ്യാം. അപ്പൊ വെൽക്കം ഷൈൻ സാർ നമ്മുടെ അത്ഭുതങ്ങളുടെ പുലർക്കാല വേളയിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരെയും എല്ലാവരും പേരെടുത്ത് വിളിക്കാൻ പറ്റൂല, അല്ലെങ്കിൽ ഞാൻ വിളിച്ചേനെ. ഓരോ സോളിനെയും ഓരോ ആത്മാവിനെയും പേരെടുത്ത് വിളിച്ചേനെ. പേരെടുത്ത് വിളിച്ചായിട്ട് കണക്ക് കൂട്ടുക. നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. പവർ ഓഫ് സൈലൻസ് സിനിമാം സൂപ്പർ ഇൻട്രോ. ഒരു പൊട്ടക്കലത്തിന് വരെ എത്ര സുന്ദരമായ ഉദ്യാനങ്ങളെ കെട്ടിപ്പടുക്കുക. താങ്ക് യു. വെൽക്കം. ഒരു പൊട്ടിയ കലത്തിന് വരെ സുന്ദരമായ ഒരു ഉദ്യാനത്തെ പടുത്തുയർത്താൻ കഴിയുമെന്ന് ഉള്ള കാര്യമാണ് പഠിപ്പിച്ചത്. നിങ്ങൾ കാണണ്ടോ, ഇത് 9 ദിവസം പിന്നിട്ടപ്പോഴും ഈ 100 പേര് ഇവിടെ നിലനിൽക്കുകയാണ്. 100 പേർ. നമ്മള് പൈസ കൊണ്ടൊക്കെ എവിടെയെങ്കിലും പരസ്യം ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. നമ്മുടെ ഗ്രൂപ്പുകളിൽ ഇങ്ങനെ മെസ്സേജ് ഇടുന്നുണ്ട്, അതിൽ ആളെ കൂട്ടിയിടുന്നുണ്ട്. അല്ലാതെ മനുഷ്യൻ എന്തിനാണ് ഇങ്ങനത്തെ പ്രോഗ്രാമുകളിൽ കയറി ഇരിക്കണമെന്ന് നിങ്ങൾക്ക് അറിയാമോ? പലയിടത്തും ചിലതൊക്കെ ഭയപ്പെട്ട് വരെ കയറിയിരിക്കുന്ന ആളുകളുണ്ട്. ചില സ്ഥലങ്ങളിൽ ഭയപ്പെട്ട്, പേടിച്ച്. കാരണം ചില സോളുകൾക്ക് പേടി. ഇവിടെ നിങ്ങൾ എപ്പോഴും സുരക്ഷിതരാണ്. ഇവിടെ വന്ന് ആർക്കും ഒരു കുഴപ്പം ഉണ്ടാക്കാൻ കഴിയില്ല. ഇവിടെ വന്ന് പലരും ഒളിഞ്ഞു നോക്കി പോവും, പലരും നോക്കി പോവും. എന്താണ് പറയുന്നത് അറിയാൻ വേണ്ടി വന്നവരുണ്ടാവും. വേറെ ആരെങ്കിലും പറഞ്ഞു വിട്ടിട്ട് വരുന്നവരുണ്ടാവും, എന്താണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. പക്ഷെ നിങ്ങളെപ്പോഴും സേഫാണ്, സുരക്ഷിതരാണ്. അതാണ് ഇതിന്റെ പ്രത്യേകത. ഇവിടെ മാത്രമല്ല, ഇനി അനന്തമായ കാലത്തോളം നിങ്ങൾ സുരക്ഷിതരാകാൻ പോവുകയാണ് ഇതിന്റെ കൂടെ സ്ഥിരമായിട്ട് നിൽക്കുന്ന ആളുകൾ. ബിക്കോസ് ദേ ആർ ഗോയിങ് ടു നോ, അവർ അറിയാൻ പോവുകയാണ് അവരുടെ പവർ എന്താണെന്ന്. ഇന്ന് സ്റ്റാർട്ടിങ് ഇൻട്രോയില് ഹൈദരലി സാറ് പറഞ്ഞിരുന്നു, ദ ഗ്രേറ്റ് സോൾ, എങ്ങനെയാണ് ഒരാൾ മഹാത്മാവായി മാറുന്നത്. സാധാരണ മനുഷ്യൻ മഹാത്മാവായി മാറുന്നത് നമ്മുടെ മുമ്പിൽ നമ്മുടെ രാഷ്ട്രപിതാവിനെ തന്നെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, അല്ലെ? സാധാരണക്കാരനായ ഒരു മനുഷ്യൻ ലോകം മുഴുവൻ മഹാത്മാവെന്ന് വിളിക്കപ്പെടുന്നതിൽ ആ ആത്മചൈതന്യമാണ് നിങ്ങളിൽ നിറയ്ക്കാൻ പോകുന്നത്. നിങ്ങൾ പിന്നെ ഒന്നിനെയും ഭയപ്പെടേണ്ടി വരില്ല. അതാണ് സോൾ അവേക്കനിങ് പ്രോഗ്രാം എന്ന് പറയുന്ന ഈ പ്രോഗ്രാം, മിറാക്കിൾ മോർണിംഗ് ട്രാവൽ. നിങ്ങളുടെ സോളുകളെ അവേക്ക് ചെയ്യുകയാണ്, ഉണർത്തുകയാണ്. ഇത്ര നാളും അനുഭവിച്ച പ്രശ്നങ്ങളൊക്കെ നിൽക്കാൻ പോവാണ്. ലോകത്തെ മനുഷ്യന്റെ എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം മാനസിക സമ്മർദ്ദങ്ങളാണ്, അല്ലെ? എല്ലാ പ്രശ്നങ്ങളുടെയും. അല്ലെങ്കിൽ എന്തിനെ നേരിടാൻ കഴിയും? എന്ത് പ്രതിസന്ധിയെ നേരിടാൻ കഴിയും? പക്ഷെ ലോകത്തെ ഏറ്റവും ഉത്തമനായ സൃഷ്ടി ആരാണ്? നിങ്ങൾ എല്ലാവരും എടുത്തോളൂ. ദേവന്മാർ, മലക്കുകൾ, ജിന്നുകൾ, പിശാചുക്കൾ, എല്ലാ ചരാചരങ്ങളെയും എടുത്തോളൂ. ആന, മയില്, കുതിര, ഒട്ടകം,
ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ട സകല ചരാചരങ്ങളെയും. ചില ദേവന്മാർക്ക് കാറ്റിന്റെ പവറാണ്, ചില ദേവന്മാർക്ക് അഗ്നിയുടെ പവറാണ് അല്ലെ, ചില മലക്കുകൾക്ക് അഗ്നിയുടെ പവറാണ്, ചിലർ കാറ്റിനെ കൊണ്ടുവരുന്നു. അവർക്കൊക്കെ ഏൽപ്പിക്കപ്പെട്ട ഡ്യൂട്ടി മാത്രമേ ഉള്ളൂ. പക്ഷെ മനുഷ്യൻ, അവിടെയാണ് നമ്മുടെ വ്യതിരക്തത, നമ്മുടെ വ്യത്യസ്തത, നമ്മൾ തിരിച്ചറിയപ്പെടാത്ത, നമ്മൾ അറിയാത്ത, നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ വലിയൊരു ശക്തി, ലോകത്തെ മുഴുവൻ കീഴടക്കാൻ കഴിവുള്ള ഒരു ശക്തി. അവിടെയാണ് ദൈവം അത് ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത്. ഈശ്വരൻ, സർവേശ്വരൻ, പരമാത്മാവ്, അവിടെയാണ് നമ്മുടെ സീക്രട്ട് ഇരിക്കുന്നത്. ലോകത്തെ ഇന്ന് സൃഷ്ടിക്കപ്പെട്ടതുള്ളിൽ വെച്ച് എല്ലാ സൃഷ്ടികളെയും എടുത്ത് നിങ്ങൾ പരിശോധിച്ച് നോക്കും, മനുഷ്യന്റെ മുകളിൽ ഒരു സൃഷ്ടിയില്ല. ദേവഗണങ്ങൾ വരെ മനുഷ്യ സഹായം തേടിയ ഒരുപാട് ചരിത്രം ഉണ്ടെന്നു. ഇപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ സൂപ്പർ പവർ എന്ന് പറയുന്നത് നിങ്ങളാണ്, ഇവിടെ ഇരിക്കുന്ന സോൾസ് ആണ്, ഈ ആത്മാക്കളാണ് സൂപ്പർ പവർ. ആ പവറിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് കനല് വെച്ച് കത്തിക്കാൻ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അതിനായിട്ടുള്ള പ്രോസസ്സാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് ആർക്കും വിട്ടുപോകാൻ കഴിയില്ല. വെറുതെ എവിടെയെങ്കിലും വേറെ, ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ ആരോ പറഞ്ഞു, എന്നോട് മെസ്സേജ് അയച്ചു, നമ്മുടെ കോച്ച് ട്രെയിനേഴ്സ്, എന്താണ് സാർ നിങ്ങൾ ഇവിടെ കൊടുക്കുന്നത്, എന്തിനാണ് ഞങ്ങളൊക്കെ ഇതിനകത്ത് ചേർക്കുന്നത്? നിങ്ങൾക്ക് ഇച്ചിരി മനസമാധാനം തരാൻ വേണ്ടിയിട്ടാ, വേണമെങ്കിൽ വന്നാൽ മതി. ഇത് പൈസ മേടിച്ചിട്ടൊന്നും നമ്മൾ പറഞ്ഞല്ലോ. നിങ്ങൾ ആരും ഇവിടെ ചീത്ത വിളിക്കണമില്ല, വഴക്കും പറഞ്ഞില്ല, ഒന്നും പറയാനില്ല. ഇഷ്ടമുണ്ടെങ്കിൽ കേറുക. ഇത്രയും നാളും അനുഭവിച്ച എല്ലാ പ്രശ്നങ്ങൾക്കും സ്വയം ഒരു പരിഹാരം കാണണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ തുടരാം. സ്വയം ഒരു പരിഹാരം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തുടരാം. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളായിരിക്കും കൊണ്ടുവരിക. നിങ്ങളുടെ മാനസികവും സ്പിരിച്വലും ആത്മീയവും ശാരീരികവും ആയ എല്ലാ പ്രവർത്തനങ്ങളിലും ഒരു മാറ്റം കൊണ്ടുവരുന്നതായിരിക്കും. പക്ഷെ നിങ്ങൾ ആത്മാർത്ഥമായി നിൽക്കണം. അപ്പൊ ലോകത്തെ ഏറ്റവും ഉത്തമനായ സൃഷ്ടി മനുഷ്യനാണ്. അവന്റെ പവർ അതിശക്തമാണ്. മറ്റൊരു ചരാചരങ്ങൾക്കും നമ്മളെപ്പോലെ സംസാരിക്കാൻ കഴിയില്ല, നമ്മളെപ്പോലെ ആശയവിനിമയം നടത്താൻ കഴിയില്ല. ചിലർക്ക് ചില ഡ്യൂട്ടി മാത്രമാണ് കൊടുത്തിട്ടുള്ളത്, ആ ഡ്യൂട്ടി മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് എന്ത് ഡ്യൂട്ടിയും ചെയ്യാം, എന്തിനെ കുറിച്ചും ചിന്തിക്കാം. സത്യത്തിൽ പരമാത്മാവ് എന്ന് പറയുന്ന ആ സമുദ്രത്തിലേക്കും അല്ലെങ്കിൽ ആ ഒരു ആകാശത്തിലേക്കും ഈ ഭൂമിയിലേട്ടും തമ്മിലുള്ള കണക്ടിവിറ്റിയാണ് കണക്ടിവിറ്റി. അതിന്റെ ഇടയിലുള്ള ഒരു ബ്രിഡ്ജാണ് നമ്മള്. സുപ്രീം പവർ, ഈശ്വരൻ, പരമേശ്വരൻ, പരമാത്മാവ്, ബ്രഹ്മം, ദൈവം, അള്ളാഹു, നിങ്ങൾ പല പേരുകളിൽ വിളിക്കുന്ന ആ സൃഷ്ടാവ്, അതിലേട്ടുള്ള കണക്ടിവിറ്റി, ഒരു പാലാണ് നിങ്ങൾ, പാലം. നിങ്ങൾ ഒരിക്കലും അതിൽ നിന്നും കട്ട് ചെയ്തിട്ടില്ല. നിങ്ങൾ എപ്പോഴും കണക്ട് ചെയ്താണ് നിൽക്കുന്നത്. നിങ്ങൾ ആ ഉറവിടത്തിൽ നിന്നും വേർപെട്ടിട്ടില്ല ഒരിക്കലും. നിങ്ങൾ വിചാരിക്കുന്നത് ദൈവത്തിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുകയാണ്, ഞാൻ സ്വർഗത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുകയാണ്. അതിന് നിങ്ങൾ കണക്ടിവിറ്റി വിട്ടിട്ട് വേണ്ടേ? കണക്ടിവിറ്റി വിട്ട ആളുകളാണ് അവരുണ്ടാവും ഈ സോളുകളിൽ. ചില ആത്മാക്കളുണ്ടാവും പൂർണ്ണമായിട്ടും കണക്ടിവിറ്റി വിട്ട ആളുകൾ. പക്ഷെ അവർക്കൊന്നും ഇത്തരം പ്രോഗ്രാമിലോ ഇവിടെ ഒന്നും വന്നിരിക്കാൻ കഴിയില്ല. നിങ്ങളുടെ ഉള്ളിൽ ഒരു തരി വെട്ടം കാത്തു സൂക്ഷിക്കുന്നത് കൊണ്ടാണ് ഈ പ്രോഗ്രാം നിങ്ങളിലേക്ക് വന്നത്. ഒരിക്കലും നിങ്ങൾ ഇതിനകത്ത് വന്നതല്ല. ഈ പ്രോഗ്രാം നിങ്ങളിലേക്ക് വന്നതാണ്. നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു തരി വെട്ടം, നിങ്ങളുടെ ആത്മാവിന്റെ ഉള്ളിൽ ഇപ്പോഴും ഒരു തരി വെട്ടം, നിങ്ങളുടെ ജീവിതമാകുന്ന ജീവിതത്തിൽ നിന്നും വീണ കറുത്ത പാടുകൾക്കുള്ളിൽ നിന്നും ഒരു തരി വെട്ടം ഇപ്പോഴും പുറത്തേട്ട് പ്രകാശിക്കുന്നതുകൊണ്ടും ആ പ്രകാശം നിങ്ങളുടെ പരമാത്മാവുമായി, ഈശ്വരനുമായി, ദൈവവുമായി, അള്ളാഹുവുമായി കണക്ട് ചെയ്ത് നിൽക്കുന്നതുകൊണ്ടും ആണ് നിങ്ങളിവിടെ വന്നിരിക്കുന്നത്. ആ ഉറവിടത്തിൽ നിന്ന് നിങ്ങൾ വിട്ടു പോന്നിട്ടില്ല.
ഒരു വിദൂര സൃഷ്ടിയൊന്നും അല്ല നിങ്ങൾ. ദൈവം ദൈവത്തെ തന്നെ വെളിപ്പെടുത്തുന്ന ഒരു ഏരിയയാണ് നിങ്ങൾ. നമ്മൾ പറയും ഞാനിപ്പോ ഈ നശ്വരമായ ഈ ലോകത്തിലൂടെ ഞാൻ ഇപ്പോ കടന്നു എന്ന് പറയും ചില വലിയ ബുദ്ധിജീവികളും ഫിലോസഫിസ്റ്റുകളൊക്കെ. ഈ ജീവിതത്തിൽ ഈ ഭൂമിയിലൂടെ ഞാൻ കുറഞ്ഞ കാലം കടന്നു എന്ന് പറയും. ഹ! എന്നാൽ ഇന്നത് തിരുത്തിക്കോ നിങ്ങള്. ലോകത്ത് എവിടെയും കിട്ടാത്ത ഒരു അറിവാണ് ഇന്ന് നിങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങൾ ഒരിക്കലും ഈ ഭൂമിയിലൂടെ കടന്നു പോവുകയല്ല. ഈ ഭൂമി, ഈ നശിക്കാൻ പോകുന്ന ഈ ഭൂമി നിങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. നിങ്ങൾക്കാണ് ആദിയും അന്തവും ഇല്ലാത്തത്. അത്ര പവർഫുൾ ആണ് നിങ്ങൾ. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഭൂമി നശിക്കും, ഭൂമി അവസാനിക്കും, ലോകം അവസാനിക്കും എന്ന് എല്ലാരും വിശ്വസിക്കുന്നില്ലേ? പലരും 99.99% ആളുകളും അത് വിശ്വസിക്കാൻ പറ്റുന്നത് നശിക്കുമെന്നുള്ളതുകൊണ്ടാണ്. എന്നാൽ നിങ്ങൾ നശിക്കുവോ? അപ്പൊ പിന്നെ നിങ്ങളിലൂടെയല്ലേ ലോകം കടന്നു പോണത്. നിങ്ങൾ എവിടെ നശിക്കണേ? നിങ്ങൾ നശിക്കൂല. നിങ്ങൾ നശിക്കൂല. നിങ്ങളിലൂടെയാണ് ഈ ലോകം കടന്നു പോകുന്നത്. ഈ നശിക്കാൻ പോകുന്ന, ഈ അവസാനിക്കാൻ പോകുന്ന ഈ ഭൂമി നിങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. നിങ്ങളാണ് പവർ. ഇവിടെയാണ് നമ്മുടെ ശക്തി, നമ്മുടെ വില നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താണ്? ഒരിക്കൽ ഒരു ഗുരുവര്യന്റെ അടുത്ത് വന്നിട്ട് ഒരു മനുഷ്യൻ ചോദിച്ചു, ഗുരുവേ, എന്താണ് ഈ ജീവിതത്തിന്റെ അർത്ഥം? എന്താണ് ഇതിന്റെ വില? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഉടനെ ഗുരുനാഥൻ ഒരു തിളങ്ങുന്ന കല്ലെടുത്ത് അയാളുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ ഇത് ഒരിക്കലും വിൽക്കരുത്. താങ്കൾ ആ ചന്തയിൽ പോവുക, മാർക്കറ്റിൽ പോവുക, എന്നിട്ട് പലയിടത്ത് ഇതിന്റെ വിലയൊന്ന് അന്വേഷിച്ചിട്ട് തിരിച്ചു വരിക. എന്താണ് ജീവിതത്തിന്റെ വില? എന്താണ് എന്റെ വില? എന്താണ് എന്റെ ആത്മാവിന്റെ വില എന്നൊരു ഗുരുനാഥന്റെ അടുക്ക പോയിട്ട് ഒരാൾ ഒരിക്കൽ ചോദിച്ചു. അപ്പൊ ഗുരുനാഥൻ ഒരു തിളങ്ങുന്ന കല്ലെടുത്ത് കൈ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് വിൽക്കരുത്, ഒരു കാരണവശാലും നീ വിൽക്കരുത്. നീ ഇതിന്റെ വിലയൊന്ന് അന്വേഷിച്ചു വാ. ആ ചന്തയിലോ മാർക്കറ്റിലൊക്കെ പോയിട്ട് വിലയൊന്ന് അന്വേഷിച്ചു വാ. ഉടനെ ഈ കല്ല് കിട്ടിയ ആള് ആ കല്ലുകൊണ്ട് ആ മാർക്കറ്റിലേക്ക് യാത്രയായി. ആദ്യം ചെന്നപ്പോൾ തന്നെ ഒരു പച്ചക്കറി കടക്കാരൻ ഇരിക്കുന്നുണ്ട്. കല്ല് അദ്ദേഹത്തിന്റെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, ഇതിന് താങ്കൾ എന്ത് വില കാണുന്നുണ്ട്? പച്ചക്കറി കടക്കാരൻ ഈ കല്ലിലിട്ട് നോക്കി. നല്ല രസമുള്ള ഒരു കല്ല്, നല്ല തിളങ്ങുന്ന ഒരു കല്ല്, നല്ല ഭംഗിയുള്ള ഒരു കല്ല്, നല്ല ആകർഷണീയതയുള്ള ഒരു കല്ല്. ഞാനൊരു 2 കിലോ പച്ചക്കറി സാമ്പാർ കൂട്ട് തരാം, അതിനുള്ള വില ഞാൻ ഇതിന് കാണുന്നു. ഉടനെ പറഞ്ഞു, ഇതെനിക്ക് വിൽക്കാൻ കഴിയില്ല, ഞാൻ ഇതിന്റെ വിലയൊന്ന് അന്വേഷിക്കാൻ വേണ്ടി വന്നതാണ്, താങ്കൾ അത് തിരിച്ചു തന്നേരെ എന്ന് പറഞ്ഞ് അത് വാങ്ങി അടുത്ത ഇതിലേക്ക് പോയി. പതിയെ നടന്ന ഇദ്ദേഹം കുറച്ചു കഴിഞ്ഞപ്പോ ഒരു പഴക്കട കണ്ടു. അവിടെ കയറി ചോദിച്ചു, ഇതിന് എന്ത് വില കിട്ടും? താങ്കൾ ഇതിന് എന്ത് വില കാണുന്നുണ്ട്? കല്ല് കണ്ട് നല്ല ഭംഗി തോന്നി അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇതിനൊരു 2 കിലോ 3 കിലോ പഴം നിങ്ങൾക്ക് തരാം, കല്ല് എനിക്ക് തരികയാണെന്നുണ്ടെങ്കിൽ. ചുമ്മാ ഇത് ഭംഗിക്കൊന്ന് വീട്ടിൽ വെക്കാൻ വേണ്ടിയിട്ട്. അത് പറഞ്ഞു, ഇത് വിൽക്കാനല്ല, ഞാൻ ജസ്റ്റ് ഇതിന്റെ വില താങ്കൾക്ക് അറിയാവോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, തിരിച്ചു തരാൻ പറഞ്ഞ് തിരിച്ചു വാങ്ങി. വേറൊരു കട ചെന്നപ്പോ പറഞ്ഞു, ഇത് ഈ കല്ലുകളുടെ കൂട്ടത്തിൽ കിടക്കുന്ന ഒരു കല്ല്, ഒരു സാധാ കല്ല്, ഇതിനൊരു വിലയില്ല, ഇതിനൊരു വിലയുമില്ല.
അദ്ദേഹം ഒരു സ്വർണ്ണ വ്യാപാരിയുടെ അടുത്ത് പോയി. ഒരു സ്വർണ്ണ വ്യാപാരിയുടെ അടുത്ത് പോയിട്ട് ഈ കല്ലിന് വില ചോദിച്ചു. ആ സ്വർണ്ണ വ്യാപാരി അടുത്ത് ഇങ്ങനെ വളരെ സൂക്ഷ്മമായി ഇതിനെ നിരീക്ഷിച്ചതിന് ശേഷം പറഞ്ഞു, ഞാൻ താങ്കൾക്ക് ഇതിന് 1,00,000 രൂപ നൽകാം, ഇതെനിക്ക് തരികയാണെന്നുണ്ടെങ്കിൽ. ഇല്ല, ഇതെനിക്ക് വിൽക്കാൻ കഴിയൂല, ഞാൻ ഇതിന്റെ വിലയൊന്നും അറിയാൻ വേണ്ടി വന്നതാണ്. അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങി. ഈ സ്വർണ്ണക്കടയുടെ നേരെ ഓപ്പോസിറ്റ് ഒരു രത്നക്കട ഉണ്ടായിരുന്നു, രത്നങ്ങൾ മാത്രം വിൽക്കുന്ന കട. എന്തായാലും ഇവിടം വരെ വന്നാലേ അവിടെ കൂടെ കയറി ചോദിക്കാം. അവിടെ കയറി ചോദിച്ചപ്പോൾ ആ രത്നവ്യാപാരി ഇതിനെ സൂക്ഷ്മമായി നിരീക്ഷിച്ചതിന് ശേഷം പറഞ്ഞു, ഇത് ലോകത്ത് വളരെ അപൂർവമായി കിട്ടുന്ന ഒരു രത്നമാണ്, ഞാൻ താങ്കൾക്ക് ഇതിന് താങ്കൾ ചോദിക്കുന്ന വില തരാം, എത്ര വേണമെങ്കിലും ചോദിച്ചോ. എന്താണ് നിങ്ങളുടെ ജീവന്റെ വില, ജീവിതത്തിന്റെ വില എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾ എവിടെയാണോ ഇതിനെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെയാണ്, നിങ്ങൾക്ക് ആരാണോ വാല്യൂ നൽകുന്നത് അവിടെയാണ് നിങ്ങളുടെ വില. നിങ്ങളുടെ വില ഒരിക്കലും വില മതിക്കാൻ കഴിയാത്തതാണ്. വില മതിക്കാൻ കഴിയാത്ത, ഭൂമിയിൽ ഒന്നിനും വിലമഴിക്കാൻ കഴിയാത്തതാണ് നിങ്ങളുടെ ആത്മാവ്, നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ സോൾ. ഒന്നിനും. നിങ്ങൾ പാവപ്പെട്ടവനോ പണക്കാരനോ, നിങ്ങൾ അറിവുള്ളവനോ അറിവില്ലാത്തവനോ, അറിവൊന്നും ഇവിടെ ഒരു ഘടകമേ അല്ല. ആത്മജ്ഞാനം, ആത്മചൈതന്യം മാത്രമാണ് ഘടകം. തന്റെ ഗുരുനാഥനായ ഷംസ് തബ്രീസിനെ കണ്ടെത്തിയ റൂമി തന്റെ കയ്യിലുണ്ടായിരുന്ന മുഴുവൻ ഗ്രന്ഥങ്ങളും എടുത്ത് കിണറ്റിലിട്ടു. ഈ അറിവൊന്നും, ഞാൻ വായിച്ചതും പഠിച്ചതുമായ അറിവൊന്നും ഒരു അറിവല്ല. അതിനേക്കാൾ വലിയ അറിവാണ് ആത്മജ്ഞാനം. ലോകത്തെ ഏറ്റവും വലിയ സൂഫി വര്യന്മാരിൽ അറിയപ്പെടുന്ന ഒരാളാണ് റൂമി. നിങ്ങൾ ആരാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു അറിവില്ല. ബാക്കി അറിവുകളെല്ലാം നിങ്ങൾക്ക് തനിയെ വരും. ലോകത്ത് ഓരോ മനുഷ്യനെയും ഓരോ ആത്മാവിനെയും ഈശ്വരൻ പരമാത്മാവ് സൃഷ്ടിച്ചിട്ടുള്ളത് ഈ അറിവുകളെല്ലാം നിങ്ങൾക്ക് തന്നിട്ടാണ്. ബൈബിളിലും ഖുർആനിലും പറയുന്നുണ്ട്, ആദമിനെ ഞാൻ എല്ലാ സാധനങ്ങളുടെയും ഈ ഭൂമിയിലുള്ള എല്ലാത്തിന്റെയും പേരുകൾ പഠിപ്പിച്ചിട്ടാണ് ഞാൻ നിങ്ങളെ അങ്ങോട്ട് അയച്ചത്. ആ ജീനിൽ നിന്നുള്ളവരാണ് നിങ്ങൾ. ശിവഭഗവാന് എല്ലാത്തിന്റെയും നാമം അറിയാം എന്നാണ് പറയുന്നത്. എല്ലാത്തിന്റെയും. അതിൽ നിന്നാണ് മനുഷ്യകുലം. എല്ലാത്തിന്റെയും നാമം നിങ്ങൾക്കറിയാം. എല്ലാ അറിവുകളും നിങ്ങളുടെ ഉള്ളിലുണ്ട്. പക്ഷെ അതൊരു തോടിന്റെ ഉള്ളിലിരിക്കുകയാണ്. തോട് പൊതിഞ്ഞിരിക്കുകയാണ് നിങ്ങളെ. ഈ തോട് ഉണ്ടായത് എങ്ങനെയാണ്? ലോജിക്, അമിതമായ ലോജിക്, സംശയം, എല്ലാത്തിനും സംശയം. എന്തിനാണ് ഇവൻ രാവിലെ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താണ്? എല്ലാത്തിനും സംശയം, എല്ലാരെയും സംശയം. സ്വന്തത്തെ തന്നെ സംശയം. ഞാനത് ചെയ്താൽ ശരിയാവോ? എനിക്കിതൊക്കെ ഏക്കോ? എനിക്കിതൊക്കെ ബലിക്കോ? എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റുമോ? എനിക്കതിനുള്ള ധൈര്യം ഉണ്ടോ? ഞാനൊരു എപ്പോഴും പരാജയമല്ലേ എനിക്ക്? അല്ലെ? സ്വന്തത്തെ സംശയം. നിങ്ങളുടെ യഥാർത്ഥ ആക്ച്വൽ പവർ നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ, നിങ്ങളുടെ യഥാർത്ഥ ആത്മ ചൈതന്യത്തെ നിങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സുപ്രീം പവറായി മാറും ഭൂമിയിൽ. സുപ്രീം പവർ. നിങ്ങൾക്ക് ചുറ്റും നിങ്ങൾ സംസാരിക്കുന്നിടത്ത് ആളുകൾ കൂടും. നിങ്ങൾ ചെയ്യുന്നതെല്ലാം ശരിയായിരിക്കും. നിങ്ങൾ പോകുന്ന വഴി എല്ലാം നിങ്ങൾക്ക് തുറന്നു വരും വാതിലുകൾ. ഇതിനകത്ത് 7-8 ദിവസമായിട്ടൊക്കെ ഇരിക്കുന്ന ആളുകളുണ്ടാവും. അവര് പോലും അറിയാതെ അവരുടെ ലൈഫിൽ പല കാര്യങ്ങളും നടക്കുന്നുണ്ടാവും. പലതും തുറന്നു കിട്ടുന്നുണ്ടാവും. പല വാതിലുകളും തുറന്നു കിട്ടുന്നുണ്ടാവും. ഏറ്റവും പ്രധാനമായിട്ട് മനസമാധാനം ഉണ്ടാവും. നമ്മൾ ഇതിന്റെ ഫീഡ്ബാക്ക്, നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ ഫീഡ്ബാക്ക് കേൾക്കുമ്പോൾ എല്ലാവരും തെറ്റിദ്ധരിക്കും, ഇതെന്തോ അത്ഭുതങ്ങൾ നടക്കുന്ന, എന്തോ അത്ഭുതങ്ങൾ കാണണം എന്നാൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും. ഇതിനകത്ത് ഒരുപാട് പേരുണ്ട് അങ്ങനെ ഫീൽ ചെയ്യുന്ന. നക്ഷത്രങ്ങളെ കാണുന്നവർ, താഴ്വരകൾ കാണുന്നവർ, ആകാശത്തെ കാണുന്നവർ, സൂര്യനെ കാണുന്നവർ, ആരാധനാലയങ്ങൾ കാണുന്നവർ,
വിശുദ്ധ ഗ്രന്ഥം കാണുന്നവർ ഒക്കെ ഉണ്ട് ഇതിനകത്ത്. നമ്മുടെ സോൾ അവേക്കനിങ് പ്രോസസ്സ് നടക്കുമ്പോൾ ഇതിനെല്ലാം അതിനേക്കാൾ എല്ലാം അപ്പുറത്ത് ഇതൊന്നും കിട്ടാതെ ഇരിക്കുന്ന ആളുകൾ ഉണ്ടാവും. അപ്പൊ അവർക്ക് സംശയം ഉണ്ടാവും, ഇങ്ങനെയെല്ലാം അത്ഭുതങ്ങൾ കാണുന്നുണ്ടല്ലോ, ഞാനിതൊന്നും കാണുന്നില്ലല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ തെറ്റി. നിങ്ങൾ ലോകത്തെ ഏറ്റവും വലിയ അനുഭൂതി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ. പവർ ഓഫ് സൈലൻസ്, പവർ ഓഫ് ഡിവൈനിറ്റി, ദിവ്യമായ ആ അനുഭൂതി. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളെയും ആ ദിവ്യമായ അനുഭൂതിയിലേക്കും കണക്ട് ചെയ്യുന്ന ഒരു പാലം മാത്രമാണ് ഞാൻ. ഒരു പാലം. ഞാൻ ഒരിക്കലും ഒരു മാന്ത്രികനോ മന്ത്രവാദിയോ ഈശ്വരനോ ദൈവമോ ദൈവത്തിന്റെ മെസ്സഞ്ചറോ ഒന്നുമല്ല. ഇറ്റ്സ് എ സയൻസ്. മനുഷ്യനെ സൃഷ്ടിച്ച ഈശ്വരൻ മനുഷ്യന് നൽകിയിട്ടുള്ള ഒരു പവർ. ഇറ്റ്സ് എ സയൻസ്. അതിലിട്ട് കണക്ട് ആവാൻ നിങ്ങൾക്കൊരു ആളുടെ സഹായം വേണമെന്ന് മാത്രമേ ഉള്ളൂ. ആ സഹായിയാണ് ഞാൻ. ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾ പേടിപ്പിച്ചോ ഭയപ്പെടുത്തിയോ ഒന്നും അതിനകത്ത് കണക്ട് ചെയ്യിക്കലല്ല എന്റെ പണി. പലർക്കും പേടിച്ചിട്ട് തന്നെ സംശയം പോലും ചോദിക്കാത്ത ആൾക്കാരുണ്ട്, അവരുടെ പ്രശ്നങ്ങൾ പറയാത്ത ആൾക്കാരുണ്ട്. നിങ്ങളതെല്ലാം ഇവിടെ ഉപേക്ഷിച്ചേരെ. ഇത് നിങ്ങൾക്കുള്ള സ്ഥലമാണ്, നിങ്ങളുടെ സ്ഥലമാണ്, നിങ്ങളുടെ സംഗമ സ്ഥാനമാണ്. 100-ലധികം പുണ്യാത്മാക്കളുടെ സംഗമ സ്ഥാനമാണ്. നിങ്ങൾ പുണ്യാത്മാക്കളാണ്. ചുമ്മാ ഇവിടെ വന്നിരിക്കാൻ കഴിയില്ല. വന്നിരുന്നാൽ തന്നെ ഇത് ഉൾക്കൊള്ളാൻ കഴിയില്ല. പിറ്റേ ദിവസം വരാൻ കഴിയില്ല. അവൻ ഓടിപ്പോവും. നിൽക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് നിൽക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഒരു തരി വെട്ടം ഉണ്ടാവണം, നിങ്ങളിൽ ഒരു പവർ ഉണ്ടാവണം. നമ്മളിത് മറക്കുമ്പോഴാണ് നമുക്കിതെല്ലാം പ്രശ്നങ്ങൾ പറ്റുന്നത്. നമ്മളിതെല്ലാം മറക്കുവാണ്. നമ്മുടെ ശക്തിയെ മറക്കുന്നു, നമ്മൾ തിരക്ക് കൂട്ടുന്നു, അണ്ട് നമ്മൾ ചിലത് ആസൂത്രണം ചെയ്യുന്നു, പലതും പ്ലാൻ ചെയ്യുന്നു. അത് നടക്കാതെ വരുമ്പോൾ നമ്മൾ വിഷമിക്കുന്നു. എന്തിന്? നിങ്ങളുടെ പവർ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ആ ലോകത്തിന്റെ ആ ഒരു ഒഴുക്കിനെ, ആ ഈശ്വരന്റെ പരമാത്മാവിന്റെ നിങ്ങളിലുള്ള അനുഗ്രഹത്തെ നിങ്ങൾ ആ ഒഴുക്കിനൊക്കെ ഒപ്പം നിന്നു കൊടുക്കും. നിങ്ങളുടെ ഈഗോ എല്ലാം അലിഞ്ഞു പോവും. ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഈ സമയം, അല്ലെങ്കിൽ ഈ ഭൂമി നമ്മളിലൂടെ കടന്നു പോകുന്ന ഈ സമയം, ഈ സമയം അഹങ്കരിക്കാനും അഹന്തയ്ക്കും അസൂയയ്ക്കും കുശുമ്പിനും പോലെയുള്ള ഈഗോകൾക്ക്, ഞാനെന്ന ഭാവത്തിന്, നഫ്സിന് ഇവിടെ ഒരു ഇതുമില്ല എന്ന് നിങ്ങൾ മനസ്സിലാവും. അവിടെ നിങ്ങൾ മരിക്കും. ആ മരിച്ചതിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പാണ് നിങ്ങളുടെ രണ്ടാം ജീവിതം. ആ ജീവിതം ഒരിക്കലും അവസാനിക്കൂല. ആ ജീവിതം ഒരിക്കലും നിങ്ങൾ അവസാനിക്കില്ല. അതായത് യഥാർത്ഥ മരണം അല്ലാട്ടോ ഞാനീ പറഞ്ഞത്. നിങ്ങളുടെ ഈഗോ മരിക്കും. നിങ്ങളുടെ ഈഗോ മരിക്കും. നിങ്ങളുടെ ഈഗോ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഡിവൈനിറ്റിയുമായിട്ട് കണക്ട് ആവും. നിങ്ങളുടെ തൊട്ടടുത്തുള്ള, നിങ്ങളെ ചെറുപ്പം മുതൽ, നിങ്ങൾ ഉണ്ടായപ്പോൾ മുതൽ നിങ്ങൾ കണക്ട് ചെയ്തിരിക്കുന്ന, നിങ്ങൾ തള്ളി പറഞ്ഞാലും നിങ്ങൾ ചീത്ത വിളിച്ചാലും നിങ്ങൾ ഈ പറയുന്ന ഈ ദുർമന്ത്രണങ്ങൾക്ക്, നിങ്ങളുടെ പുറകെയുള്ള മന്ത്രണങ്ങൾക്ക് നിങ്ങൾ ചെവി കൊടുക്കുമ്പോഴും നിങ്ങൾക്ക് ഭക്ഷണവും വസ്ത്രവും വെള്ളവും ശ്വാസവും കോടാനുകോടി അനുഗ്രഹങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്ന ഡിവൈനിറ്റിയുമായിട്ട് നിങ്ങൾ കണക്ട് ആവും. അല്ലേ? ഇനി കണക്ട് ആവാതിരിക്കാൻ ഒരൊറ്റ കാരണം മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ ഒരിക്കലും ഏഷണി പറയരുത്, ഒരാളുടെയും കുറ്റം പറയരുത്. നമ്മുടെ നഫ്സിനെ, നമ്മുടെ ശരീരത്തെ ശുദ്ധീകരിക്കുന്നതിന്റെ ഫസ്റ്റ് പ്രോസസ്സാണ് ഒരാളെ കുറ്റം പറയാതിരിക്കുക എന്നുള്ളത്. ഏഷണി ലോകത്തെ ഏറ്റവും വലിയൊരു പാപങ്ങളിൽ ഒന്നാണ് ഒരാളുടെ. ഞാൻ അങ്ങനെ പറഞ്ഞല്ല കേട്ടോ, ഞാൻ അതൊന്നും ഉദ്ദേശിച്ച് ഞാൻ അവരെ കുറ്റം പറഞ്ഞ രീതിയിൽ പറഞ്ഞല്ല കേട്ടോ. ഇങ്ങനെ പറഞ്ഞിട്ടായിരിക്കും എല്ലാവരും കുറ്റം പറയാൻ തുടങ്ങുന്നത്. ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല കേട്ടോ എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ ആരെങ്കിലൊക്കെ കുറ്റവും കുറവും പറയാൻ പോണത്. ഒരാളുടെയും കുറ്റം കുറവും പറയുന്നത് നിങ്ങളൊന്ന് നിർത്തി നോക്കി. ഇന്ന് മുതൽ നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു കണക്ടിവിറ്റി ഭയങ്കര പവർഫുൾ ആയി മാറും. ലോകത്തെ ഏറ്റവും
നല്ല മനുഷ്യൻ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരോടും നന്നായിട്ട് പെരുമാറുന്ന ആളാണെന്നാ പറയാം. ലോകത്തെ ഏറ്റവും നല്ല മനുഷ്യൻ എല്ലാവരോടും നന്നായിട്ട് പെരുമാറുന്നയാൾ. അപ്പൊ പിന്നെ ഞാൻ നിങ്ങളെ വിളിച്ചു വരുത്തിയിട്ട് 4 തെറി വിളിച്ചു കഴിഞ്ഞാൽ നല്ല ആളാവോ? ഒരിക്കലും ആവൂല. നിങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ മാറി നിന്നിട്ട് നിങ്ങളെ 4 ചീത്ത വിളിച്ചാലോ? അവൻ ശരിയല്ല, അവൻ ഇതില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ ഒരു സോളിനെ, ഒരാത്മാവിനെ നിങ്ങൾ കുറ്റം പറയരുത്. പല തെറ്റുകളും പല കുറ്റങ്ങളും കാണും. പല കുറ്റങ്ങളും പല തെറ്റുകളും മനുഷ്യർക്ക് കാണും. ഓരോ സോളുകൾക്കും അവർ ഈ ഭൂമിയിൽ വന്നതിന് ശേഷം അവരുടെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ, അവരുടെ ജീവിതത്തിലുണ്ടായ ബുദ്ധിമുട്ടുകൾ, അവരുടെ ജീവിതത്തിലുണ്ടായ അബ്യൂസുകൾ, അവരുടെ ജീവിതത്തിൽ പലരിൽ നിന്നും നേരിട്ട ദുരനുഭവങ്ങൾ, ഇതൊക്കെ ഉള്ളത് കൊണ്ട് മനുഷ്യന്റെ സോളിന്റെ പെരുമാറ്റത്തിൽ പല പ്രശ്നങ്ങളും കാണും. നമ്മൾ കുറ്റം പറയരുത്. എന്തുകൊണ്ടാണ് കുറ്റം പറയാൻ പാടില്ലാത്തത്? നിങ്ങൾ അതിന്റെയൊക്കെ മുകളിലാണ്. നിങ്ങൾ ഇന്ന് മുതൽ, അല്ലെങ്കിൽ നിങ്ങൾ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന അന്ന് മുതൽ നിങ്ങൾ സാധാരണ സോൾസ് അല്ല, നിങ്ങൾ പുണ്യാത്മാക്കളാണ്. അല്ലെങ്കിൽ സയന്റിഫിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ചുകൂടി പ്രകാശം ലഭിച്ച, നിങ്ങളുടെ ബ്രെയിനും ബോഡിയുമായിട്ട് നിങ്ങൾ ഡിവൈനിറ്റിയുമായിട്ട് കണക്ട് ചെയ്ത് കുറച്ചുകൂടി മുകളിൽ നിൽക്കുന്ന ഒരു സോളാണ്. ഇത് നേടുന്ന ഒരു ഗുരുനാഥൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു പ്രകാശത്തെ സ്വീകരിച്ച ഒരാളായിരിക്കും. അദ്ദേഹത്തിന്റെ പ്രകാശം കുറച്ചുകൂടി ലൈറ്റന്റ് ആയിരിക്കും, കുറച്ചുകൂടി തിളങ്ങുന്ന ഷൈൻ ആയിരിക്കും. അതിൽ നിന്ന് നിങ്ങളിലേക്ക് നൽകുന്ന പ്രകാശം നിങ്ങളും പ്രകാശിക്കുന്ന സോളായി മാറുകയാണ്. അപ്പൊ നിങ്ങൾ അതിന്റെ മുകളിലാണ്, ഈ സാധാരണ സോളുകളെക്കാൾ മുകളിലാണ്. ഒരിക്കലും നിങ്ങൾ കുറ്റം പറയരുത്. ഒരാളെയും നിങ്ങൾ കുറ്റം പറയാതിരുന്ന് നോക്കൂ, നാളെ മുതൽ അത്ഭുതങ്ങൾ സംഭവിക്കും നിങ്ങളുടെ ജീവിതത്തിൽ. നിങ്ങൾ കുറ്റം പറയരുത്. മനുഷ്യൻ ഇവിടെ സൃഷ്ടിക്കപ്പെട്ടു, മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടു. യെസ്, മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിട്ട് ഈ ഭൂമിയിലുള്ള എല്ലാ സൃഷ്ടികളിൽ നിന്നും അവന് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ട്. അതോടൊപ്പം നിങ്ങൾ ദുർമന്ത്രണം, അതായത് ഒരു ചെറിയ ചെറിയ മന്ത്രണങ്ങൾ ഉണ്ടാക്കുന്ന ശക്തികളിൽ നിന്നും അവരാണ് വന്നിട്ട് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എപ്പോഴും നിങ്ങൾ പരാജയമാണ്, നിങ്ങൾ തോൽവിയാണ്, നിങ്ങൾക്ക് വിഷമാണ്, നിങ്ങൾക്ക് സങ്കടമാണ്, നിങ്ങൾക്ക് എപ്പോഴും ചിന്തകളാണ്, ഈ ചിന്ത, ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ശക്തിയുണ്ട്. അതാണ് നെഗറ്റീവ് തോട്ട്സ്, അല്ലെങ്കിൽ നെഗറ്റീവ് ശക്തികൾ, അല്ലെങ്കിൽ പൈശാചിക ശക്തികൾ, പല പേരുകളും വിളിക്കാം. അപ്പൊ ആ ശക്തികളെല്ലാം നിങ്ങളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും എന്ന് തന്നെയാണ് ലോകത്തുള്ള എല്ലാ മതഗ്രന്ഥങ്ങളും പറയുന്നത്. നിങ്ങൾ അതിൽ നിന്നും കാവലിനെ തേടണമെന്നാണ് പറഞ്ഞത്. എല്ലാ സൃഷ്ടികളിൽ നിന്നും, എല്ലാ പൈശാചിക ശക്തികളിൽ നിന്നും നിങ്ങൾ കാവലിനെ തേടണം. എങ്ങനെയാണ് നിങ്ങൾ കാവലിനെ തേടേണ്ടത്? നിങ്ങളുടെ ആത്മീയ ചൈതന്യം ഉയർത്തിക്കൊണ്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും കിട്ടൂല. ആത്മീയ ചൈതന്യം നിങ്ങൾ ഉയർത്തണം, നിങ്ങളുടെ സ്പിരിറ്റിന്റെ ചൈതന്യം നിങ്ങൾ ഉയർത്തണം. ഇത് പല രീതിയിൽ കൊടുക്കുന്ന ആളുകളുണ്ട് കേട്ടോ. നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്, ഇത് ഇങ്ങനെ തന്നെയാണ് കിട്ടുന്നതെന്നല്ല. പല രീതിയിൽ കൊടുക്കുന്നത്, നല്ല രീതിയിൽ കൊടുക്കുന്ന ആളുകളുണ്ട്, മോശം രീതിയിൽ കൊടുക്കുന്ന ആളുകളുണ്ട്. പണ്ട് ചില സന്യാസി വര്യന്മാരുടെ അടുത്തൊക്കെ ചെന്ന് ആട്ടിപ്പായിക്കുമായിരുന്നു. ഇപ്പോഴും ഉണ്ട്. അതായത് ഓടിക്കും, അവരുടെ ആ ഒരു ഡിസ്റ്റർബൻസ് ചെന്ന് കഴിഞ്ഞാൽ. അപ്പൊ ചില ആളുകളൊക്കെ തെറ്റിദ്ധരിച്ചാണ് ഇങ്ങനെ ചീത്ത വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇതാവുന്നതാണ്. ചീത്ത വിളിക്കുന്ന ഇഷ്ടപ്പെടുന്ന ആത്മാക്കളും ഉണ്ട്. നാല് ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ അതിനെ ഇഷ്ടപ്പെടുന്ന ആത്മാക്കളും ഉണ്ട്. അതിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നവരുണ്ട്, പേടിച്ച് നിൽക്കുന്നവരുണ്ട്. അങ്ങനെ പേടിച്ചൊന്നുമല്ല നിൽക്കണ്ടേ. നിങ്ങളുടെ ആത്മാവ് ഒരു വൈറ്റ്നെസ് ആണ്, ഒരു 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 തീയാണ്. നല്ലൊരു ചോദ്യമാണ് നിതിന സലീം മാഡം ചോദിച്ചത്. ചില ആളുകൾ മറ്റുള്ളവരുടെ കുറ്റം പറയാൻ വേണ്ടി നമ്മുടെ അടുത്തേട്ട് വരും അല്ലേ? അവരും ഈ കൂട്ടത്തിൽ പെട്ടതാണ്. നമ്മൾ അറിയാതെ അങ്ങനെയാണ് നമ്മൾ അതിന്റെ കൂടെ കൂടി പോകുന്നത്. എപ്പോഴും ഏറ്റവും കൂടുതൽ അതാണ്. നിങ്ങൾ അങ്ങനെയുള്ള ആളുകൾ വരുമ്പോൾ ആ വിഷയം മാറ്റുക. ഉടനെ തന്നെ ആ വിഷയം മാറ്റി വേറെ വിഷയം സംസാരിക്കുക. അവർ മറന്നുപോകും. അവരെ കൊണ്ട് മറപ്പിച്ച് കളയും. നമ്മുടെ പവർ അവരെ കൊണ്ട് മറപ്പിച്ച് കളയും. എങ്ങനെ? ആ വിഷയം മാറ്റി വേറൊരു വിഷയത്തിലേക്ക് നിങ്ങൾ എടുത്തിടുക. ഉടനെ ആദ്യം സംസാരിച്ചുകൊണ്ടിരുന്ന അവർ മറന്നുപോയി കളയും. ഇനി മുതലൊന്ന് പരീക്ഷിച്ചു നോക്കി.
ഒരുപാട് പേരുണ്ടാവും ഇങ്ങനെ വരണേ. നിങ്ങൾ വിചാരിക്കുകയാണ് ഇന്ന് മുതൽ ഞാൻ ഇതെല്ലാം നിർത്തി, ഞാൻ ആരുടെയും കുറ്റം പറയാനില്ല എന്ന് പറയുമ്പോഴത്തേക്കും കുറ്റം മാത്രം കെട്ടഴിച്ചിടുന്ന കുറെ ആളുകൾ ഉണ്ടാവും. കുറ്റം മാത്രം സ്വന്തം വീട്ടിൽ തന്നെ ഉണ്ടാവും കേട്ടോ. സ്വന്തം വീട്ടിൽ തന്നെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ആരെയും നോക്കരുത്. നിങ്ങൾ ആരെയും നോക്കരുത്. നിങ്ങൾ സിംഗിൾ ആണ്, നിങ്ങൾ ഒറ്റയ്ക്കാണ്, നിങ്ങളുടെ കൂടെ നിങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഏകാന്തതരാണ്. നിങ്ങൾ ഒറ്റയ്ക്ക് കാര്യങ്ങൾ നേടാൻ പഠിക്കണം. നിങ്ങൾക്ക് ആരുടെയും സഹായം ആവശ്യമില്ല. നിങ്ങൾ ഒറ്റയ്ക്ക് കാര്യങ്ങൾ നേടണം. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഈ പറയാൻ വരുന്ന പൈശാചിക ശക്തികളുടെ കൂട്ടുകാരായി മാറുകയാണ് നമ്മൾ. ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിശ്വാസമാണ്, നമ്മൾ ഇനി ഇതൊന്നും ചെയ്യണില്ല, നമ്മൾ ഭയങ്കര പവർഫുൾ ആണ്, നമ്മൾ ഭയങ്കര സോളാണ്, ഭയങ്കര ശക്തിയാണ് നമുക്ക്. ഇനി ഇതൊക്കെ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ എനിക്ക് ഇതിനേക്കാൾ കൂടുതൽ ശക്തിയിലേക്ക് പോവാം. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. എന്നിട്ട് നിങ്ങൾ ഒറ്റപ്പെടുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ അവരുടെ കൂട്ടുകാരാവും. ആരുടെ? ഈ പൈശാചിക ശക്തികളുടെ. അവിടെയാണ് ഏറ്റവും വലിയ പ്രോബ്ലം മനുഷ്യന്റെ. നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കുമ്പോഴും, നിങ്ങൾ ഉറങ്ങുമ്പോഴും, നിങ്ങൾ എഴുന്നേറ്റിരിക്കുമ്പോഴും, നിങ്ങൾ കാണുമ്പോഴും, നിങ്ങൾ കാണാത്തപ്പോഴും ഒക്കെ നിങ്ങളുടെ തൊട്ടടുത്ത്, നിങ്ങളുടെ കണ്ടനാളിക്കത് അരികെ, നിങ്ങളുടെ ചേർന്ന്, നിങ്ങളുടെ ഹൃദയത്തോട് ചേർന്ന് ഈശ്വരനുണ്ട്, ആ ദിവ്യശക്തി ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ ഒരു മൂഡിലാണ് നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഭയപ്പെടേണ്ടി വരിക. തീർച്ചയായിട്ടും ഞാൻ കൂടെയുണ്ട്. എപ്പോഴും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. എന്റെ മനസ്സ് നിങ്ങളുടെ കൂടെയുണ്ട്. എന്റെ ആത്മാവ് നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങൾക്ക് പവർ നൽകാൻ വേണ്ടി. നിങ്ങളും എന്റെ കൂടെ ഉണ്ടെന്ന് എനിക്കറിയാം. നിങ്ങളും എന്റെ കൂടെ ഉണ്ട്. നമ്മൾ ഈ പ്രോസസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഒരുമിച്ചാണ് കണക്ട് ആവുന്നത്. എനിക്ക് വലിയ ആത്മവിശ്വാസമാണ്. ഇത് ഈ പ്രോഗ്രാം തുടങ്ങി പലരും പല സമ്മർദ്ദങ്ങളും ഉണ്ടായി. ഫ്രീ ആയിട്ടൊന്നും ഇങ്ങനെ പഠിപ്പിക്കരുത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കരുത്. അപ്പോഴൊക്കെ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു കുറെ ആളുകൾ എന്നോടൊപ്പം ഉണ്ടാവും. അവര് ശക്തമായിട്ട് എന്നോടൊപ്പം ഉണ്ട്. കുറെ സോളുകൾ, കുറെ ആത്മാക്കൾ, പവർഫുൾ ആയിട്ടുള്ള ആളുകൾ, ജീവിതത്തെ മാറ്റാൻ ആഗ്രഹിക്കുന്നവർ, മറ്റുള്ളവർക്ക് സന്തോഷം പകർന്നു കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർ. അവരിങ്ങനെ കൂടെ നിൽക്കുകയാണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ പ്രോസസ്സിലേക്ക് പോവാം. ഓക്കെ, പുതുതായിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? പുതിയ ആളുകൾ ആരെങ്കിലും, ആദ്യമായിട്ട് കയറുന്ന ആരെങ്കിലും ഉണ്ടോ? ഈ സോൾ അവേക്കനിങ് പ്രോസസ് ഇന്ന് ആദ്യമായി പങ്കെടുക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ യെസ് എന്നൊന്ന് ടൈപ്പ് ചെയ്തിട്ട്. യെസ്, ഓക്കെ, താങ്ക് യു. അപ്പൊ നമ്മള് ഈ പ്രോസസ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നിങ്ങൾ മുമ്പ് കണ്ടിട്ടുള്ള ഒരു ഹീലിങ്ങോ അല്ലെങ്കിൽ മെഡിറ്റേഷനോ ധ്യാനോ യോഗയോ ഇതൊന്നും അല്ല ഇത്. ഇത് സയന്റിഫിക്കലി നിങ്ങളെ ആത്മചൈതന്യം ഉയർത്തുന്ന ഒരു പ്രോസസ്സാണ്. ഇവിടെ നിങ്ങൾ ആദ്യം കാണിക്കുന്ന ആ ഇതിലേട്ട്, മ്യൂസിക്കിലേട്ടും കാര്യങ്ങളിലേട്ടും നിങ്ങൾ ജസ്റ്റ് ശ്രദ്ധിച്ച് മാത്രം ഇരിക്കുക. കംപ്ലീറ്റ് നിങ്ങൾ സൈലൻസ് ആവുന്ന സമയം ഉണ്ടാവും. എല്ലാ ശബ്ദങ്ങളും നിലയ്ക്കുന്ന സമയം ഉണ്ടാവും. ആ സമയത്ത് നിങ്ങൾ പൂർണ്ണമായിട്ട് നിങ്ങൾ അടിയറവ് പറയുക. നിങ്ങളുടെ ഈഗോ, നിങ്ങളുടെ വികാരങ്ങൾ, നിങ്ങളുടെ വിഷമങ്ങൾ, സങ്കടങ്ങൾ എല്ലാം നിങ്ങൾ ഇവിടെ ഒന്ന് എടുത്തു വെക്കുക. എല്ലാം ഈ നിമിഷം ഇവിടെ നിങ്ങളൊന്ന് സമർപ്പിക്കുക. പൂർണ്ണമായിട്ടും അടിയറവ് പറയുക. ഈശ്വരനുമായിട്ടൊന്ന് കണക്ട് ചെയ്യുക. ഒന്നും ചിന്തിക്കണ്ട, ഒന്നും പ്രതീക്ഷിക്കണ്ട, ഒന്നും പ്രാർത്ഥിക്കണ്ട. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, ഒന്നും ചിന്തിക്കണ്ട, ഒന്നും പ്രതീക്ഷിക്കണ്ട, ഒന്നും നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട. ആ സമയത്ത് വെറുതെ ഇരുന്നാൽ മാത്രം മതി. വെറുതെ ഇരിക്കുക. ആ നിശബ്ദതയെ ഒന്ന് ആസ്വദിച്ച്, അപ്പോൾ നിങ്ങളുടെ ചുറ്റും ഫാനിന്റെ ശബ്ദമോ വേറെ എന്തെങ്കിലും ശബ്ദമൊക്കെ കേൾക്കണമെങ്കിൽ അത് മാത്രം ഒന്ന് കേട്ട്, അതിനിടയിൽ പല ചിന്തയും ചിലപ്പോൾ കയറി വരാം, ചിന്തകളൊക്കെ വരാൻ പോകാം. ചിന്തകൾ വരുമ്പോഴൊക്കെ ഒന്ന് ജസ്റ്റ് വരിക. ആ ചിന്ത എന്താണെന്നൊന്ന് നിങ്ങളൊന്ന് വീക്ഷിക്കുക, മാറി നിന്നൊന്ന് കാണുക. ചിന്ത വന്നോട്ടെ, കുറച്ച് കഴിയുമ്പോൾ അത് പൊക്കോളും, അതങ്ങ് മാറിപ്പൊക്കോളും. അതിലേട്ടൊന്നും ആയിരിക്കരുത് നിങ്ങളുടെ ചിന്ത, നിങ്ങളുടെ ശ്രദ്ധ. നിങ്ങളിലേട്ട് ജസ്റ്റ് ഒന്ന് നോക്കിയിരിക്കുക, അത്രേ ഉള്ളൂ. നിങ്ങളിലേട്ടൊന്ന് നോക്കിയിരിക്കുക. ഈ സൈലൻസിൽ നിങ്ങൾ അത്ഭുതങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, അനുഭവിക്കാൻ പറ്റും.
ഏറ്റവും കുറഞ്ഞത് 7 ദിവസമെങ്കിലും കണ്ടിന്യൂസ്ലി നിങ്ങൾ ഇതിനകത്ത് കണ്ടിന്യൂ ചെയ്യുക. 7 ദിവസം ചുരുങ്ങിയത് കണ്ടിന്യൂസ്ലി നിങ്ങൾ ഇതിനകത്ത് കണ്ടിന്യൂ ചെയ്യുക. അത് നല്ലൊരു എഫക്റ്റ് ഉണ്ടാവണമെങ്കിൽ 41 ദിവസം തുടർച്ചയായി നിങ്ങൾ ഇതിനകത്ത് കണ്ടിന്യൂ ചെയ്യുക. നിങ്ങൾ ഇതിന് അനുഭവം കിട്ടുന്ന, നിങ്ങൾക്ക് ഇതിന്റെ സമാധാനവും സന്തോഷം കിട്ടുന്ന, ഇതിന്റെ ഒരു ഫീല് കിട്ടുന്ന ആളുകൾക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. ഒരുപാട് പേർക്ക് നിങ്ങൾ ഇതിന്റെ റൈറ്റപ്പ്, നിങ്ങളുടെ ഏത് ഗ്രൂപ്പിലാണോ നിങ്ങൾ ജോയിൻ ചെയ്ത്, കുറെ പേര് നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് പണിയെടുക്കുന്നുണ്ട്. നിങ്ങൾ ആകെ ചെയ്യേണ്ടത് നിങ്ങൾ ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക എന്ന് മാത്രമാണ്. നമുക്ക് പൈസയും ഇതൊന്നും നിങ്ങൾ തരണ്ട. ഓക്കെ, അപ്പോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ.